സുസ്ഥിര ശുചിത്വ പരിപാലനത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നമംഗലം മേഖലയിലെ 100 പ്രവർത്തകരുടെ വീടുകൾ ഹരിതഭവനമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. മാറ്റാം ശീലങ്ങളെ എന്ന പേരിൽ നടക്കുന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഫസീല ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര ശുചിത്വ പരിപാലനത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗങ്ങളുടെ 100 വീടുകൾ ഹരിതഭവനങ്ങളാക്കുന്ന പദ്ധതിക്കാണ് കുന്നമംഗലം മേഖലയിൽ തുടക്കമായത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സംഘടനയുടെ ഒരു മേഖല ഇത്തരമൊരു പദ്ധതിയുമായി രംഗത്തെത്തുന്നത്. പദ്ധതിയിൽ അംഗങ്ങളായവരുടെ വീടുകൾ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് പ്രവർത്തനം മോണിറ്റർ ചെയ്യുന്നത്. വീടും പറമ്പും പ്ലാസ്റ്റിക് വിമുക്തമാക്കിയാൽ 2ാം ഘട്ടമായി വീടുകളിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഒരുക്കും. 3ാം ഘട്ടം ഊർജ്ജ സംരക്ഷണവും 4ാം ഘട്ടം പുരയിട കൃഷിയുമാണ്. 5ാം ഘട്ടത്തോടെ ഹരിതഭവനങ്ങളെല്ലാം കാർബൺ ന്യൂട്രൽ ഭവനങ്ങളാക്കുകയാണ് ലക്ഷ്യം. പരിഷത്ത് പ്രവർത്തകനും നിറവ് വേങ്ങേരി ഡയറക്ടറുമായ ബാബു പറമ്പത്താണ് പദ്ധതിയുടെ മാർഗനിർദ്ദേശകൻ. കിണർ റീചാർജിംഗ്, സോളാർ എനർജിയുടെ ഉപയോഗം, ഹരിതഗ്രഹവാതകങ്ങളുടെ ഉത്സർജനം കുറയ്ക്കൽ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടക്കും. ഏതാണ്ട് 100ഓളം പേരെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഹരിതഭവനങ്ങളാക്കി മാറ്റുക. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലൂടെ ആ വീടിനെ ഒരു കാർബൺ ന്യൂട്രൽ ഭവനമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ 100 വീടുകളിൽ നമ്മുടെ വീടുകളിലെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ സംവിധാനം വീടുകളിൽ ഒരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മാറ്റാം ശീലങ്ങളെ എന്നതാണ്, നമ്മുടെ ശീലങ്ങളെ തന്നെ മാറ്റുന്നതിനുള്ള ഒരു തുടക്കമായിട്ടാണ് സംസ്ഥാനത്ത് തന്നെ പരിഷത്തിന്റെ മേഖലകളിൽ ഒരു മേഖല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഹരിതഭവന പദ്ധതി മാറ്റാം ശീലങ്ങളെ എന്ന സന്ദേശവുമായി നടക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഫസീല നിർവഹിച്ചു. ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്ന വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ തന്നെ ഹരിതകർമ്മസേന വന്ന് അവർ ഒരു ചാക്കിൽ തന്നെ എല്ലാ വേസ്റ്റുകളും കെട്ടി വെക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ചിന്തിച്ചു കൊണ്ടാണ് ഈ ഒരു കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന് ആദ്യമായിട്ട് തന്നെ ഈ കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളോടുകൂടി കുന്നുകൂടി കണ്ട് ഇരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതൊരു ഹരിതകർമ്മസേന പഞ്ചായത്ത് തലത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കറിയാം അതിനൊക്കെ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ അപ്പുറത്തേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് TV അംബുജാക്ഷി അധ്യക്ഷയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് VK ചന്ദ്രൻ ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ പരിസര വിഷയ സമിതി ചെയർമാൻ E അബ്ദുൽ ഹമീദ് ഏറ്റുവാങ്ങി. ജില്ലാ അംഗങ്ങൾക്കുള്ള കളർ കോഡ് ബിന്നുകളുടെ വിതരണം ജില്ലാ പരിസര വിഷയ സമിതി കൺവീനർ T സുരേഷ് നിർവഹിച്ചു. KT വിനു ഏറ്റുവാങ്ങി. ഹരിതഭവനം നാം എന്തു ചെയ്യണമെന്ന വിഷയത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ ക്ലാസ് എടുത്തു. വെള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിന് പരിഷത്ത് സ്പോൺസർ ചെയ്ത ബിന്നുകൾ ജില്ലാ കമ്മിറ്റി അംഗം AP പ്രേമാനന്ദ് പ്രധാനാധ്യാപിക ഇൻചാർജ് ബിന്ദുവിന് കൈമാറി. ചടങ്ങിൽ പദ്ധതി കോർഡിനേറ്റർ ശ്രീനിവാസൻ ചെറുകുളത്തൂർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം C സദാശിവൻ നന്ദിയും പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മാവൂർ.